لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير يا أيها الناس اتقوا الله عباد الله أوصيكم إياي أولا بنفسي بتقوى വിശ്വാസികളെ സഹോദരന്മാരെ അല്ലാഹുവിന്റെ വിജയങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവുകളുമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹുവിന്റെ വിജയങ്ങൾ നിയമോപദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉന്നതമായ സ്വർഗ്ഗങ്ങളിൽ മഹാഭാഗ്യവാന്മാരായ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഓരോ ദിവസവും വലിയ വർധനവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ഓരോ ദിവസവും അതിനെ കുറിച്ചു വരുമ്പോഴിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചർച്ചകളിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ അവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്. സ്വർണം കുടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നവരും സൂക്ഷിക്കണമെന്നും ശ്രദ്ധിക്കണം എന്ന നിയമവാദികളുടെ മുന്നറിയിപ്പുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ വിലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പല നിലക്കുമാണ് അതിനെ നോക്കിക്കാണുന്നത്. സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉൾക്കൊള്ളുന്നു ആഗ്രഹമാണ് അവർ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. സ്വർണം കൈവശമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകട്ടെ സന്തോഷവും പ്രതീക്ഷയുമായിരിക്കും ഇത്തരം വർധനവിൽ അവർക്ക് അനുഭവപ്പെടുന്നത്. വാങ്ങുവാനോ വിൽക്കുവാനോ ഒന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞാലും കൂടിയാലും അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ അനുഭവപ്പെടുകയുമില്ല. അവർ ഇതിനെ ഏറെ കൗതുകത്തോടുകൂടി മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകളും ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ മനസ്സുകൾ ഇതിലൂടെ കടന്നുപോകും. വില കുറഞ്ഞ സമയത്ത് അല്പം വാങ്ങിവെച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ വലിയ സമ്പന്നനാകാമായിരുന്നു എന്ന ചിന്ത. കുറഞ്ഞ ആ സമയങ്ങളിൽ കൂടുതൽ സ്ഥലം വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് വലിയ വിലക്കത് വിൽക്കാമായിരുന്നുവെന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് വേദനയോടുകൂടി സങ്കടത്തോടുകൂടി മന്ദിക്കാറുണ്ട്. അന്ന് നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നല്ലൊരു ജോലി കിട്ടുമായിരുന്നു, നല്ല സാലറി ഉണ്ടാകുമായിരുന്നു, ജീവിതം മെച്ചപ്പെടുമായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സുകൾ പലപ്പോഴും നമ്മോട് സംവദിക്കാറുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നാണ്, വിശ്വാസത്തിന്റെ കുറവാണ്, പാളിച്ചകളാണ് ഇത്തരം ചിന്തകൾക്ക് കാരണം എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ അതിലെ ഒന്ന് നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്നത്, അള്ളാഹു നൽകിയ ആ ഖദർ അംഗീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹു എനിക്ക് ഇപ്പോൾ നൽകിയത് അത് മുമ്പേ അള്ളാഹു എനിക്ക് വീതിച്ചു വെച്ചതാണ്, അള്ളാഹു എനിക്ക് വേണ്ടി കണക്കാക്കിയതാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകുന്നുവെങ്കിൽ ഒരിക്കലും പ്രിയമുള്ളവരെ ലഭിക്കാതെ പോയതിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടുകയില്ല. നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല. അള്ളാഹു എനിക്ക് നൽകിയ വിഹിതമാണ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അള്ളാഹു കൃത്യമായി എന്റെ മേൽ രേഖപ്പെടുത്തി വെച്ച കണക്കാണ് എന്ന ചിന്ത, എന്ന വിശ്വാസം നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ അള്ളാഹു നിശ്ചയിച്ച കണക്കിൽ കൂടുതലായോ അതല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് അള്ളാഹുവിന്റെ വിധി നിശ്ചയമാണ് എന്ന വിശ്വാസം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെ നമുക്കൊരു സംതൃപ്തി ലഭിക്കും, അവിടെ നമുക്കൊരു ആശ്വാസം ലഭിക്കും. കാരണം അള്ളാഹുവിന്റെ നിശ്ചയമാണ് ഇതെല്ലാം, അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതെല്ലാം. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഏറ്റക്കുറച്ചിലുകളും എന്റെ ജോലിയും എന്റെ ജീവിതത്തിലെ എല്ലാ നിലക്കുമുള്ള സന്തോഷവും സങ്കടവും നിറനിമിഷങ്ങളെല്ലാം അള്ളാഹു വർഷങ്ങൾക്ക് മുമ്പേ എന്റെ മേലുണ്ടാകും എന്ന് രേഖപ്പെടുത്തിയതാണ് എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയതാണ്, അള്ളാഹു വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയതാണ്. അതിനാൽ നമുക്ക് സംഭവിച്ചതിൽ ആരും തന്നെ ആകുലപ്പെടേണ്ടതില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനും തമ്മിലുള്ള ഒരു വാദം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാമും ആദം നബി അലൈഹിസ്സലാമിനും തമ്മിൽ വാക്കുവാദമുണ്ടാകുന്നു. മൂസ അലൈഹിസ്സലാം പറയുന്നു, യാ ആദം, അല്ലയോ ആദമേ,
അൻത അബൂന, നീ ഞങ്ങളുടെ പിതാവല്ലയോ, അങ്ങ് ചെയ്ത ഒരു പിഴവ് കൊണ്ടല്ലേ ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്, അങ്ങ് കാരണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. താങ്കൾ ഞങ്ങളെ നിരാശരാക്കി, താങ്കൾ ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രതികരിക്കുന്നുണ്ട്, ഹേ മൂസ, അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തു, അങ്ങേക്ക് ഗ്രന്ഥം നൽകി, തൗറാത്ത് നൽകി, എന്നിട്ടും അതലൂനി അലാ അംരിൻ ഖദ്ദറഹു അല്ലാഹു അലയ്യ ഖബ്ല അൻ യഖ്ലുഖനി ബിഅർബഈന സന. അല്ലാഹു എന്നെ സൃഷ്ടിക്കുന്നതിനും 40 വർഷങ്ങൾക്ക് മുൻപേ അല്ലാഹു നിശ്ചയിച്ച ഈ ഒരു കാര്യത്തെ കുറിച്ചാണോ മൂസ താങ്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിനും 40 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആദം നബി അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും എന്നും അതിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നും, അതുപോലെ ആദം നബിയിൽ നിന്ന് തലമുറകൾ ഉണ്ടാകും എന്നും, പ്രവാചകന്മാർ കടന്നു വരുമെന്നും, ജീവിതവും മരണവും സംവിധാനിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് ഖദറിലുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതാകണം. ആദം നബി അലൈഹിസ്സലാം തന്റെ പാപം തെറ്റ് ന്യായീകരിക്കുകയല്ല, മറിച്ച് ഇവർ ചെയ്യുന്നത് അല്ലാഹു എല്ലാം മുൻപ് നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഖദറാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇതാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാഹു നൽകുന്നതെല്ലാം റബ്ബ് എന്റെ മേൽ വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചതാണ്, അതേ സംഭവിക്കൂ എന്ന വിശ്വാസം ഉണ്ടാകണം. ഞാൻ തുടക്കത്തിൽ ഓടിവെച്ച വചനം വിശുദ്ധ ഖുർആനിന്റെ 57-ാം അധ്യായം 22-ാമത്തെ വചനം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഭൂമിയിലോ നിങ്ങളുടെ ദേഹത്തോ അല്ലാഹു നിങ്ങളിൽ ബാധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അല്ലാഹു ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രയാസവും സൃഷ്ടിക്കുന്ന കാര്യമല്ല. എല്ലാം കൃത്യമായി ലൗഹുൽ മഹ്ഫൂസ് എന്ന് പറയുന്ന ഒരു രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ആകാശത്തും ഭൂമിയിലുമുള്ള സംഭവിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്ന് മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒരു രേഖയിൽ അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് സഹോദരൻ. നമ്മുടെ ആയുഷ്, നമ്മളെത്ര ജീവിക്കണം, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ, നമ്മുടെ ആരോഗ്യം, ജീവിതം, മരണം, ഭാഗ്യം, നിർഭാഗ്യം എല്ലാം വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അത് അല്ലാഹുവിന്റെ കഴിവിനെയും അറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാകണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അല്ല എങ്കിൽ മനുഷ്യരും ദൈവവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? അതുകൊണ്ട് കൃത്യമായി സൃഷ്ടിക തിരിച്ചറിയുന്ന ആളായിരിക്കണം സൃഷ്ടാവ്. ആ അല്ലാഹുവിന്റെ കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരിൽ ഓരോരുത്തരും എങ്ങനെയായിരിക്കും, അവന്റെ സാമ്പത്തികമായ അഭിവൃദ്ധി എങ്ങനെയായിരിക്കും, അവസ്ഥ എന്തായിരിക്കും, അവന്റെ ചുറ്റുപാട് എങ്ങനെയായിരിക്കും, അവന്റെ എല്ലാ നിലക്കുമുള്ള ജീവിതം എങ്ങനെയായിരിക്കും, നന്മയിൽ ജീവിക്കുന്നവനാകുമോ അതല്ല മോശപ്പെട്ടവനായി ജീവിക്കുമോ എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നേ അറിയുന്നുണ്ട്. അത് അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. സഹോദരങ്ങളെ, എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചതേ നടക്കൂ എന്ന് കരുതി, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയേ ആകൂ, കാരണം അല്ലാഹു മുന്നേ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ലേ എന്ന് കരുതി വെറുതെ ഇരിക്കാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നാം ചെയ്യേണ്ടതെന്താ? നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഡ്യൂട്ടി കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം എന്നതാണ്. എങ്കിലും അള്ളാഹു നിശ്ചയിച്ചതേ ലഭിക്കൂ എന്ന വിശ്വാസം നമുക്കുണ്ടാകണം.
അള്ളാഹു എഴുതി നിശ്ചയിച്ച ആ വിഹിതമേ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചാലും ലഭിക്കുകയുള്ളൂ എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ട് അള്ളാഹു നൽകിയതിൽ നിന്ന് കൂടുതലായി നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ ഒരിക്കലും അഹന്ത നടിക്കരുത്. നമ്മൾ ഒരിക്കലും അമിതമായ അത്യാഗ്രഹിയായി മാറിക്കൂടാ. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ മനുഷ്യന്റെ ആർത്തിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര അല്ലാഹു നൽകിയാൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ടാമതൊരു സ്വർണത്തിന്റെ താഴ്വര കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇല്ല തുറാബ്, അവന്റെ വായിൽ മണ്ണല്ലാതെ നിറക്കപ്പെടുകയില്ല എന്ന പശ്ചാത്തലിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. അഥവാ ഖബറിലേക്ക് ബന്ധപ്പെടുന്നതുവരെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും അതൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിൽ കൂടുതൽ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിച്ചില്ല. അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ചതാണെങ്കിൽ അതാരെല്ലാം തടഞ്ഞാലും ശരി സഹോദരങ്ങൾ അത് നമുക്ക് ലഭിക്കും. അതല്ല അള്ളാഹു നമ്മിൽ നിന്ന് തടഞ്ഞതാണ് എങ്കിൽ അത് രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമ്മിൽ നിന്ന് നഷ്ടമാകും. അതാണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ, നീ തടഞ്ഞതിനെ നൽകാൻ ലോകത്തായി വിചാരിച്ചാലും ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അമിതമായി നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചുകൂടാ. അതുപോലെ നൽകിയതിൽ അഹങ്കരിക്കരുത്. അതിൽ തൃപ്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇതെന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന വാക്കുകൾ, അഹങ്കാരത്തിന്റെ തുണികൾ ഒരിക്കലും നമ്മൾ മുളച്ചിക്കൂടാ. അള്ളാഹു നിശ്ചയിച്ചതാണെന്ന ബോധ്യം ആ സന്ദർഭത്തിൽ വേണം. പല ആളുകളും പ്രതികരിക്കാറുണ്ട്, ചിലർ ചോദിക്കാറുണ്ട്, അള്ളാഹു എല്ലാം മുന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് അള്ളാഹുവിന്റെ രേഖയിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പ്രവർത്തിക്കേണ്ടത്? ഞാൻ മോശപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മുടെ ദുർബല വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ. അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസമില്ലാത്തവരിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണിതെല്ലാം. അള്ളാഹു സഹോദരങ്ങളെ ഓരോന്നിനും ഓരോ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പാലിച്ച് പ്രവർത്തിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് സിറിയയിൽ പ്ലാഗ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുകയാണ്. അവിടേക്ക് പോകണോ മദീനയിലേക്ക് തന്നെ മടങ്ങണോ? സ്വഹാബികളുമായി ചർച്ചകൾ നടത്തി. അതിന്റെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വിഷയത്തെക്കുറിച്ച് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പകർച്ചവ്യാധികൾ ഉണ്ട് എന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പോകരുത്, അവിടെ നിന്നും നിങ്ങൾ മടങ്ങണം എന്ന പ്രവാചകന്റെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോകാതെ മദീനയിലേക്ക് തന്നെ മടങ്ങി വരാൻ തീരുമാനിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഫിറാറൻ മിൻ ഖദരില്ലാ, അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ വിധിയിൽ നിന്നും നമ്മൾ ഓടിക്കളയുകയാണോ അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നുണ്ട്, നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ, അതെ, അല്ലാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത്, നമ്മൾ പോകുന്നത് എന്ന് പ്രതികരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിധി പോലെ വരുമെന്ന് കരുതി അത്തരം ആപത്തുകളിലേക്ക് എടുത്തു ചാടരുതെന്ന് പ്രത്യേകം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. പിന്നീട് അള്ളാഹുവിന്റെ തീരുമാനം പോലെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ ഒരു ഒട്ടകത്തെ നീക്കുമ്പോ ഒരു താഴ്വര കാണുകയാണ്. ആ താഴ്വരയുടെ ഒരു ഭാഗം വരണ്ടതാണ്, മറ്റൊരു ഭാഗം പച്ചപ്പുള്ളതാണ്. നീ നിന്റെ ആ കുതിരയുമായി ഒട്ടകത്തെയുമായി എവിടേക്കാണ് മേയ്ക്കാൻ കൊണ്ടുപോവുക?
അത് അള്ളാഹുവിന്റെ ഖദറല്ലേ, അത് രണ്ടും അള്ളാഹുവിന്റെ വിധിയല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ഉചിതമായത് നമ്മൾ സെലക്ട് ചെയ്യണം, ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യണം, നമ്മൾ തിരഞ്ഞെടുക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് ആ റബ്ബിന്റെ വിധി അതുപോലെ കടന്നു വരും എന്നതാണ്. പരീക്ഷയിൽ ജയിക്കാനും റാങ്ക് നേടാനും നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ പരീക്ഷ എഴുതാതെ പഠിക്കാതെ അല്ലാഹുവേ എന്നെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. പരീക്ഷ ഒരുങ്ങണം, പഠിക്കണം, പരീക്ഷ നന്നായി എഴുതണം. അതുപോലെ തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ജുമാ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം എന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഉപജീവനത്തിൽ അള്ളാഹു വെച്ച വ്യവസ്ഥയാണിത്. ആ വ്യവസ്ഥ കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും അതിനുശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. വിവാഹം കഴിക്കാത്ത ഒരാള് അള്ളാഹുവേ എനിക്ക് മക്കൾ നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് മക്കളെ ലഭിക്കണമെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ചതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വിവാഹം കഴിക്കണം, എന്നിട്ട് മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സമ്പത്തും മറ്റനുഗ്രഹങ്ങളും നൽകിയത് അള്ളാഹുവാണ്. പ്രിയമുള്ളവരെ, അത് ലഭിക്കാൻ പ്രാർത്ഥന മാത്രം പോരാ, മറിച്ച് ആത്മാർത്ഥമായ പ്രവർത്തനവും കൂടി നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ സമ്പാദിച്ചത് നാം നൽകിയത് എന്ന രണ്ട് പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനർത്ഥം സമ്പാദിക്കാൻ നാം ഉദ്ദേശിക്കണം, ശ്രമിച്ചാലും ആ നിലക്ക് ഉദ്ദേശിച്ചാലും എത്ര ശ്രമിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാതെ ലാഭം ലഭിക്കുകയില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ പരിശ്രമത്തിൽ ചിലപ്പോൾ വലിയ ലാഭമുണ്ടായേക്കാം, അവിടെ എന്റെ കഴിവ് കൊണ്ടാണിത് എന്നൊരിക്കലും ചിന്തിച്ചു പോകരുത്. ചിലപ്പോൾ വലിയ നഷ്ടങ്ങളുണ്ടാകും. ഒരുപാട് കച്ചവടങ്ങൾ നടത്തി എല്ലാം പൊളിഞ്ഞു, എല്ലാ നിലക്കും പരാജയം. സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചാണ് എന്ന് നമ്മൾ കരുതണം. ഇതാണ് വിധിവിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾ ഉണ്ടാകും, അതുപോലെ അപകടങ്ങൾ കടന്നു വന്നേക്കാം. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, ഞാൻ അവിടേക്ക് പോകേണ്ടിയിരുന്നില്ല, അതുകൊണ്ടല്ലേ അത് സംഭവിച്ചത് എന്ന്. അതല്ല എങ്കിൽ ആ വാഹനത്തിൽ കയറിയത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, ആ വാഹനത്തിൽ കയറിയത് കൊണ്ടല്ലേ ഞാൻ അപകടത്തിൽപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഇൻ അസ്വാബക ശൈഅൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദ. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പ്രതികരിച്ചു പോകരുത്, നിങ്ങൾ പറയരുത്. വലാകിൻ ഖുൽ, നിങ്ങൾ പറയേണ്ടതെന്താ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിയാണ്, ആ വിധി പോലെ അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ ചെയ്തു എന്ന വിശ്വാസമാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വിധിയായി കാണാൻ നമുക്കറിയണം. നോക്കൂ നിങ്ങൾ, ഉഹദ് യുദ്ധത്തിന്റെ സാഹചര്യം, ചരിത്രം നമുക്കറിയാം. ആദ്യം മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം, പക്ഷേ പിന്നീട് ശത്രുക്കൾ ഇരച്ചു കയറുകയും അതിലൊരുപാട് പ്രയാസങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും വിശ്വാസികൾ പരാജയപ്പെടുകയും ചെയ്ത ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. അവിടെ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് ആ പരാജയം സംഭവിച്ചത്. അതെന്തിനാ? വലിയഅലമൽ മുഅ്മിനീൻ, മുഅ്മിനുകളെ, കൃത്യമായി സത്യവിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു നിശ്ചയിച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 165-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കുക, അതോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ടത് കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക. എല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന വിശ്വാസം കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുക. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ وآله وصحبه وسلم تسليما كثيرا. يا أيها الناس اتقوا الله عباد الله، أوصيكم الله تعالى ونفسي بتقوى الله.
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖദറിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന ഒരുപാട് വലിയ പാഠങ്ങളുണ്ട്. ഒന്നാമതായി മനസ്സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന അല്ലാഹു എനിക്ക് നൽകിയ വിഹിതമാണെന്ന് ഓർക്കുമ്പോൾ അതിലൂടെ സമാധാനം കണ്ടെത്താനും അത്യാഗ്രഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ചെയ്യാതെ പോയതിന്റെ പേരിലുള്ള ടെൻഷൻ, അതുപോലത്തെ സങ്കടം ഇല്ലാതെയാകുവാനും അത് നിമിത്തമാകും എന്ന ഇന്നലകളെ കുറിച്ച് നമ്മൾ ഒട്ടും ടെൻഷനാകാതെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കത് പ്രചോദനമാവുകയും, രണ്ടാമതായി തവക്കുലാൻ ഏറ്റവും വലിയ വിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോകാൻ ഈ തരത്തിലുള്ള വിശ്വാസം കൊണ്ട്, വിധിയിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് സാധ്യമാകും എന്നാൽ മനുഷ്യൻ ഏറെ ശ്രമിക്കണമെന്നും എന്നാൽ അതിന്റെ അവസാനം ഫലം നൽകുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് ഉണ്ടാകുമെന്നും നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ അഹങ്കാരം ഇല്ലാതെയാക്കാൻ വിധിവിശ്വാസം നിമിത്തമാകും എന്ന വിജയം വന്നാൽ അത് അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടാണ്, എന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല എന്നൊരു വിശ്വാസി ഓർക്കും. പരാജയമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് കരുതി സമാധാനിക്കാൻ, ക്ഷമിക്കാൻ ഖദർ വിശ്വാസമുള്ള ഒരാൾക്ക് സാധ്യമാകും എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, തെറ്റ് ചെയ്ത് അത് പറഞ്ഞ് ന്യായീകരിക്കുകയല്ല നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, മറിച്ച് വിട്ടുനിൽക്കുകയും തൗബ ചെയ്യുകയും വേണം. ആദം നബി അലൈഹിസ്സലാമയും ചെയ്തത് അപ്രകാരം തന്നെയാണ്. തെറ്റിന് ന്യായീകരിക്കുകയല്ല, തെറ്റ് സമ്മതിക്കുന്നു. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളാവുക, എന്നാൽ ജീവിതത്തിൽ സമൃദ്ധിയും സമാധാനവും ആശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം സ്വർണം കൈവശമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാഭം കണ്ടുകൊടുക്കും, കിട്ടാനുള്ളത് ഓർക്കും. അവിടെയെല്ലാം നമ്മൾ കൊടുക്കേണ്ട വിഹിതം, നിർബന്ധമായി നൽകേണ്ട സക്കാത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുകയും നൽകേണ്ട വിഹിതം കൃത്യമായി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. സക്കാത്ത് നൽകാത്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ ആഭരണങ്ങൾ വലിയ വിഷമുള്ള സർപ്പമായി അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ആഭരണങ്ങൾ ചുട്ടുപഴുപ്പിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി വെക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നൽകേണ്ട വിഹിതം കൃത്യമായി നൽകാനും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യത കൃത്യമായി നമ്മൾ നിർവഹിക്കുക, മറക്കാതിരിക്കുക. അതോടൊപ്പം പ്രിയമുള്ളവരെ, ദുനിയാവിലെ സ്വർണ്ണത്തേക്ക് ഉപരി പരലോകത്തെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും പരിശ്രമിക്കുവാനും ആ സ്വർഗം സ്വപ്നം കാണുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ആ സ്വർഗം സ്വായത്തമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത സ്വർഗം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ചെറുതും വലുതുമായ അസഹ്യമായ എല്ലാ ശിക്ഷകളിൽ നിന്നും നീ ഞങ്ങളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം സമാധാനവും ആശ്വാസവും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ജീവിതത്തിൽ മാറാരോഗങ്ങൾ പിടിപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരാളോടും പ്രതികരിക്കാനോ സംസാരിക്കാനോ കഴിയാതെ വേദനകൾ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് രോഗികളുണ്ട്, ചെറിയ കുട്ടികൾ വരെയുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകി പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണമേ. മാറാരോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെയും നാടിനെയും കുടുംബത്തെയും എല്ലാം കാത്തുരക്ഷിക്കണമേ. മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹു നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മക്കളെ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണുനീർ കുടിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ, ദീൻ പ്രചരിക്കുന്ന നല്ല സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم حاسبنا حسابا يسيرا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين.